നമസ്കാരം, ദീപുവാണ്. കുറച്ച് ദിവസം നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് തിരക്കുകളൊക്കെ ആയിപ്പോയി. കല്യാണം, ബന്ധുവിൻ്റെ കല്യാണങ്ങളും പിന്നെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുകളിലായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം ഇന്നൊരു ടോപ്പിക്കായിട്ട് വരുന്നതല്ല, ഞാൻ ലൈവായിട്ട് സംഭവം കണ്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടൊരു വീഡിയോ ചെയ്യണം തോന്നി ഇടുന്നതാണ്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കാൻ മുമ്പ് വില പേശാറുണ്ട്. വില പേശി അത് ഏറ്റവും കുറഞ്ഞ റേറ്റിന്, ചീപ്പ് റേറ്റിന് കിട്ടാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഈ പറയാൻ ഞാനായാലും പോകാറുണ്ട്, അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മിക്കവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ വഴിയിലൊക്കെ പച്ചക്കറി വിൽക്കുന്നവരോ അല്ലെങ്കിൽ പ്രായം ചെന്നവരൊക്കെ ചെറിയ എന്തെങ്കിലും കായകനികളൊക്കെ കൊണ്ടുവച്ചിട്ട് കൂറ് വെച്ച് വിൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും വെച്ചിട്ട് അവർ വിൽക്കുന്നവരുണ്ട്. നമ്മൾ പോയപ്പം അവരുടെ അടുത്ത് ചീപ്പ് റേറ്റിന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നവരുണ്ട്. 10-15 രൂപയ്ക്ക് കൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നവരാണ് കൂടുതലും. അപ്പോൾ പൊതുവെ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ ഒരു മോൾ ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ ഒരു ലുലു മോളിലോ ഏതെങ്കിലും ഷോറൂമിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു സാധനം ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താണ്? അത് ഷോറൂമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ചീപ്പാവാൻ പാടില്ല എന്നൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. അതേസമയം അഷ്ടിക്ക് വകയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് റോഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് വിൽക്കുന്നവരെ നമ്മൾ പോയിട്ട് അവരുടെ ആ ഒരു വരുമാന മാർഗത്തിന് നമ്മളതിനെ ചൂന്നെടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന പോലെ ആവില്ല അത്. ഞാനൊരു ഇടയ്ക്ക് പാളയ മാർക്കറ്റിൽ ഒരു സംഭവം കണ്ടുകൊണ്ടാണ് അങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്തത്. ഒരു പ്രായഞ്ഞൊരു അമ്മമ്മ നമ്മുടെ ചക്കയില്ലേ, ചക്ക ചോളയായിട്ട് പൊളിച്ചിട്ട് കൂറ് വെച്ച് വിൽക്കുന്നു. അപ്പോൾ അവർ 50 രൂപ പറഞ്ഞു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് അതിന് ചീപ്പ് 30 രൂപ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് പുള്ളി കുറേ ബാർഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മാനസികമായിട്ട് നമുക്കൊരു വിഷമം തോന്നില്ലേ? നമ്മളാണെങ്കിലും ഇത്ര പ്രായം ചെന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ അഷ്ടിക്ക് വകയില്ലാത്ത ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കഴിവ് അതിനെ ബാർഗെയിൻ ചെയ്യാൻ പോകരുത്. അതിനൊന്നും നമ്മൾ അവർ നിസ്സാര ലാഭത്തിനായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് വീട്ടിലെ ചക്ക എന്തോരം എടുത്തുകൊണ്ട് വെച്ചാലും അവർക്ക് 50 രൂപ കൊടുത്തതിനാലും വലിയ ലാഭം കാണില്ല. അവരത് പറിച്ചതും അതിൻ്റെ ആ ചുള ഇളക്കി മാറ്റിയതും അവരുടെ സമയം എല്ലാം കൂടെ നോക്കുമ്പം ഒരു 50 രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല. പക്ഷെ എന്നാലും പൊതുവേ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന പ്രകാരം എന്ത് സാധനം 10 രൂപയുടെ സാധനമാണെങ്കിൽ പോലും അതവൻ 5 രൂപയ്ക്ക് കിട്ടാൻ മാക്സിമം ബാർഗെയിൻ ചെയ്യും. അത് ശരിക്കും ഒരു നല്ല പ്രവണത അല്ലല്ലോ. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നിയുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് ചെയ്തേനെ. കഴിവതും നമ്മൾ ആരെടുത്തും അങ്ങനെ ഈ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്നവരുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് അവരുടെ ജീവിതമാർഗ്ഗമാണ്. അവർ കട്ടവും മുട്ടിച്ചും അല്ലല്ലോ ജീവിക്കുന്നത്. അവരാൽ കഴിയുന്ന അവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അവർ ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം, തുച്ഛമായ വരുമാനമാണ് അവരുണ്ടാക്കുന്നത്. അതിനൊരിക്കലും നമ്മൾ കൈയിട്ട് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ ഇനിയും കൂടി നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടേ നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം ആവശ്യം കാണില്ല, എന്നാലും അവരെ സഹായിക്കാൻ വേണ്ടിയെങ്കിലും 10 രൂപയുടെ കേസല്ലേ ഉള്ളൂ, കൊടുത്തെടുക്കുക. സാധനം വെറുതെ കൊടുക്കരുത്. ആ സാധനം വാങ്ങിച്ചിട്ട് പൈസ കൊടുക്കുക. അത് അവർക്ക് മാനസികമായ സന്തോഷമാണ്. നമ്മൾ അവർ അധ്വാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് നമുക്കും തോന്നും, അവർക്ക് മനസ്സിലൊരു സന്തോഷമാണത്. ഒരിക്കലും അങ്ങനത്തെ ഉള്ളവരുടെ അടുത്ത് കഴിവ് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പോകരുത്. വില പേശരുതെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ഒരിക്കലും പോയി ഒരു ബ്രാൻഡഡ് ഷോറൂമിലോ മോഡലൊന്നും നമ്മൾ വില പേശാറില്ലല്ലോ. അതേ ഒരു മെൻറ്റാലിറ്റിയിൽ അവരുടെ അടുത്ത് നമ്മൾ അങ്ങ് ചെയ്യുക. നിസ്സാര കേസല്ലേ ഉള്ളൂ. അപ്പോൾ അവരെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ നമ്മളാൽ കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഓക്കെ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. അപ്പോൾ